ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യോക്ക് നൈറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ യോക്ക് നൈറ്റി നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ എങ്ങനെ എടുക്കണം, ചെസ്റ്റ്, അതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫിഗറിൽ ആദ്യം പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗം. ഫോൾഡഡ് വരുന്ന ഭാഗത്ത് നമ്മൾ നെക്കിൻ്റെ ബാക്ക് നെക്ക് ഇറക്കം, ഇത് ഫ്രണ്ട് നെക്ക് ഇറക്കം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യും. ഇങ്ങോട്ട് നെക്കിൻ്റെ വിഡ്ത്ത്, ഇത് ഈ ഒരു ഭാഗമാണ് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. നമ്മളെല്ലാ മോഡൽ നൈറ്റിക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതാണ് നെക്കിൻ്റെ വിഡ്ത്ത്. ഇങ്ങോട്ട് ഇത് ബാക്ക് നെക്ക് ഇറക്കം, അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് നെക്ക് ഇറക്കം. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നതാണ് ഷോൾഡർ. ഈ ഷോൾഡർ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സൈസ് നോക്കും. സൈസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം കേട്ടോ. സൈസ്, അതുപോലെ തന്നെ അതിൻ്റെ ചെസ്റ്റ് റൗണ്ട്, പിന്നെ വരുന്നതാണ് ഷോൾഡർ. ഓക്കെ, സ്മോൾ സൈസിൻ്റെ ചെസ്റ്റ് വരുന്നത് 36. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഷോൾഡർ 13 എടുക്കാം. ഓക്കെ, സ്മോൾ സൈസ് വരുമ്പോൾ ചെസ്റ്റ് വരുന്നത് 36 ആണ്. അപ്പോൾ നമുക്ക് ഷോൾഡർ 30. അതുപോലെ തന്നെ മീഡിയം വരുമ്പോൾ ചെസ്റ്റ് 38 ആണ് വരുന്നത്, ഷോൾഡർ 14. അതുപോലെ തന്നെ ലാർജ് സൈസ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ ഷോൾഡർ 15 ആയിരിക്കും. അതുപോലെ തന്നെ എക്സൽ വരുമ്പോൾ ചെസ്റ്റ് വരുന്നത് 42, അതുപോലെ തന്നെ ഷോൾഡർ 16. ഡബിൾ എക്സൽ നോക്കാം. ഡബിൾ എക്സലിൻ്റെ ചെസ്റ്റ് വരുന്നത് 44 ആണ്, അതുപോലെ തന്നെ ഷോൾഡർ 17. അടുത്ത സൈസ് ട്രിപ്പിൾ എക്സൽ ആണ്. അതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് 46 ആണ്, ഷോൾഡർ 18. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു മെഷർമെൻറ്റ്സ് ഫെമിലിയർ ആയിട്ടിരിക്കുക. അതിനുശേഷം ഞാൻ പറയണം മെഷർമെൻറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ഷോൾഡർ നമുക്കിപ്പോൾ മീഡിയം സൈസാണ് വേണ്ടതെന്ന് നോക്കുക. മീഡിയം സൈസ് അതിൻ്റെ ചെസ്റ്റ് വരുന്നത് 38 ആണ്, ഷോൾഡർ 14. അപ്പോൾ നമ്മൾ ഷോൾഡർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ 14 ഷോൾഡർ ബൈ 2 പ്ലസ് 0.25, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഫോർമുല ഇതാണ്, ഷോൾഡർ ബൈ 2 പ്ലസ് 0.25. അങ്ങനെ നമുക്ക് എല്ലാ സൈസിൻ്റെയും ഷോൾഡർ കണ്ടുപിടിക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഇപ്പോൾ ലാർജ് സൈസ് ആണെങ്കിൽ ചെസ്റ്റ് 40, അതിൻ്റെ ഷോൾഡർ 15 ആണ് വരിക. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 0.25. അപ്പോൾ നമുക്കിത് ഈ ഒരു ഷോൾഡർ കിട്ടി. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷോൾഡർ കിട്ടി. അവിടെ നമ്മളൊരു 0.5 നമ്മൾ ചെരിച്ച് വരയ്ക്കുന്നത് നിങ്ങൾക്കറിയാലോ. അതാണ് ഞാനിവിടെ ചെരിച്ച് വരച്ചേക്കണേ. അത് 1/2 ഇഞ്ച് ഇറക്കിയിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കും. ഇനി ഇങ്ങോട്ടുള്ള ഇറക്കത്തിന് നമ്മൾ ആം ഹോൾ എന്നാണ് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ആം ഹോൾ. ഈ ആം ഹോള് മെഷർ ചെയ്യാൻ നമുക്ക് ഒരു ഫോർമുലയുണ്ട്. വേണമെങ്കിൽ നമുക്ക് സെയിം നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്തത് അത് തന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ചെസ്റ്റ് ബൈ 8 പ്ലസ് 2.5 ഞാൻ കാട്ടിത്തരാം. ആം ഹോളിൻ്റെ ഫോർമുല കേട്ടോ. ആം ഹോൾ ചെസ്റ്റ് ബൈ 8 പ്ലസ് 2.5. ഇങ്ങനെ നമുക്ക് ആം ഹോൾ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ ഷോൾഡർ ആദ്യം എടുത്തത് ആ ഷോൾഡർ തന്നെ നമുക്ക് ആം ഹോൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സൈസിൻ്റെ ആം ഹോൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ലാർജ് സൈസിൻ്റെ ആം ഹോൾ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ലാർജ് സൈസിൻ്റെ ചെസ്റ്റ് വരുന്നത് 40 ആണ്. അപ്പോൾ ലാർജ് സൈസിൻ്റെ ചെസ്റ്റ് വരുന്നത്
40 ആണ്. അപ്പോൾ ലാർജ് സൈസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. ആം ഹോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ചെസ്റ്റ് വരുന്നത് 40 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 2.5. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ആം ഹോൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് നമുക്ക് എത്രയാണോ ഷോൾഡർ എടുത്തത് അത് തന്നെ ആം ഹോൾ എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് ഒരു ലൈൻ നീട്ടി വരച്ചിട്ടുണ്ട്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ ആ ഒരു വിസ്താരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് 1 എടുക്കാം, 1.5 എടുക്കാം, അങ്ങനെ 3 വരെ എടുക്കാം. 1 എടുക്കാം, അല്ലെങ്കിൽ 1.5 ഇഞ്ച് എടുക്കാം. അങ്ങനെ സൈസിനനുസരിച്ച് നമുക്ക് 3 വരെ എടുക്കാം. അപ്പോൾ സൈസ് കൂടി പോകും തോറും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. അതിനുശേഷം ഇങ്ങോട്ടുള്ളത് യോക്ക് ലെങ്ത് ആണ്. യോക്ക് ലെങ്ത് ഇത് സ്റ്റാൻഡേർഡായിട്ട് നമ്മളൊരു 10 ഇഞ്ചാണ് എടുക്കാറ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. ഇത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചും സൈസ് കൂടുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. യോക്ക് ലെങ്ത് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. 10 ഇഞ്ചൊക്കെ നമുക്ക് സാധാരണ ഇടാറുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് 10 ആണ് വേണ്ടത്. യോക്ക് ലെങ്ത് ഇപ്പോൾ നമുക്ക് 10 ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സീം ആഡ് ചെയ്യണം. ഒരു 1/2 ഇഞ്ച് നമുക്ക് സീം ആഡ് ചെയ്യാം. 10 കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം ആഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് 10.5 വേണ്ടതെങ്കിൽ 10.5യുടെ കൂടെ സീം ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കാനായിട്ട്. ആ ഒരു ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. പ്ലീറ്റ്സ് അതിനും കുറച്ച് ഫോർമുലയുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ പ്ലീറ്റ്സ് ആയിട്ട് ഇടുമല്ലോ. ഈ ഒരു ഭാഗം നമ്മുടെ പ്ലീറ്റ്സ് എന്ന് വിചാരിക്കാം. ഈ പ്ലീറ്റ്സ് 2 മുതൽ 4 വരെ 4 ഇഞ്ച് വരെയൊക്കെ നമുക്ക് കിട്ടും. സൈസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് കൂടുതലാണ് കിട്ടുക. സൈസ് കൂടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ 2 ഇഞ്ചൊക്കെ കിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റ് ബൈ 4 പ്ലസ് 2 ആണ്. ഈ ഒരു ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ചെസ്റ്റ് ബൈ 4 പ്ലസ് 2. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാർജ് സൈസിൻ്റെ നോക്കാം. ലാർജ് സൈസിൻ്റെ ചെസ്റ്റ് വരുന്നത് 40 ആണ്. അപ്പോൾ ഇങ്ങനെയാ ലാർജ് സൈസിൻ്റെ 40. അപ്പോൾ അതിൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് ഇങ്ങനെയാണെന്ന് നോക്കാം. ചെസ്റ്റ് 40 ബൈ 4 പ്ലസ് 2. ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമല്ലോ, അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഇതുപോലെ ബോക്സ് പോലെ വരയ്ക്കും. 1.5 ഇഞ്ച് ഇങ്ങോട്ട് മുകളിലോട്ട് 1.5 ഇഞ്ച്, അങ്ങനെ നമ്മളൊരു സ്ക്വയർ പോലെ വരയ്ക്കും. അതിനുശേഷം ഇവിടെ നിന്ന് മുകളിലോട്ട് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും. 2 ഇഞ്ചാണ് കേട്ടോ മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യണേ. 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കും. ഈ കൈക്കുഴിയുടെ ബാക്കി ഇവിടെ ഇങ്ങോട്ട് വരച്ചു കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് യോക്ക് നൈറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഞാൻ ഓരോ സൈസിൻ്റെയും യോക്ക് നൈറ്റിയുടെ ഡിഫറെൻറ്റ് സൈസിൻ്റെ ഞാൻ മോഡല് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു മെഷർമെൻറ്റിൻ്റെ ഈ ഒരു ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വളരെ നീറ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ആം ഹോളും ഷോൾഡറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ, ഞാൻ അതിന് റിപ്ലൈ തരാം. പിന്നെ ഞാൻ പല മോഡൽ നൈറ്റിയുടെയും സൈസ് ചാർട്ട്, നിങ്ങൾക്ക് 3 പീസ് നൈറ്റിയുടെ ഒക്കെ കുറേ സൈസ് ചാർട്ടുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചാനലിൽ ഞാനൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.